എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പീരിമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ശ്രീ ബിജുചേട്ടനാണ്. ബിജുചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ വാർഡിൻ്റെ വികസനത്തിനൊപ്പം നാട്ടുകാർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനസമ്മതനാണ്. യാതൊരുവിധ വിഷയങ്ങളില്ലാതെ ഇവിടുന്ന് ജയിച്ചു പോകാൻ കഴിയും എന്നുള്ളതിനാൽ തന്നെയാണ് UDF ഇദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥി. പ്രത്യേകത കൂടി ഉണ്ട് ഈ മത്സരത്തിന്. കാരണം ഇവിടെ സുഹൃത്തുക്കൾ തമ്മിലാണ് മത്സരരംഗത്ത് ഉള്ളത്. എന്തായാലും വിചാരം തന്നെ നമുക്ക് ഈ വിവരങ്ങൾ വിശദീകരിക്കും. വിചാര നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും എങ്ങനെയുണ്ട്? വളരെ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നു. എല്ലാ വീടുകളിലും ഞാൻ പോകുന്നുണ്ടല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വ്യക്തിയാണല്ലേ? അതെ. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടുമ്പോഴത്തേനും ഗുണമായിട്ട് വരുന്നുണ്ടോ? ഉണ്ട്. എല്ലാ വീടുകളിലും സുപരിചിതനാണ്. എല്ലാവരുമായിട്ടും നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. ഉണ്ട്. അപ്പം വിചാരണ സംബന്ധിച്ച് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പട്ടുമുടി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അധിക കാലം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള ഒരു പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു പട്ടുമുടിയിൽ ഒരു 10-30 വർഷമായിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവരുടെ ഓരോ പ്രശ്നങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ അവർക്ക് ഭൂമി സംബന്ധമായിട്ട് അവർക്ക് രേഖകളില്ലാത്ത കാരണം അവർക്ക് വേണ്ടി പട്ടയ നടപടികളിലേക്ക് കിടക്കുന്നതിനുണ്ട് മുന്നിൽ നിന്ന് പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അവസാന സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ്. എല്ലാവർക്കും അവരുടെ ശരിക്കും ഞാൻ മെമ്പർ ആകുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല, ഒരിക്കലും അല്ല. ഇത് കരുതിയതുമല്ല. അവരോടൊപ്പം നിന്ന് അങ്ങ് പ്രവർത്തിച്ചതാണ്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തതാണ്. ഞാനിപ്പം അന്വേഷിച്ചതിനും വിചാരണ സംബന്ധിച്ച് വേറെ എതിരഭിപ്രായം LDF ക്യാമ്പയിൻ പോലും പറഞ്ഞിട്ടില്ല. അപ്പം അവരോടൊക്കെ തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ 30 വർഷക്കാലം അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടാണ് ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. നാളുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോഴും സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാണ്. പല ആളുകളും ഇവിടെ പല ആവശ്യത്തിനും വേണ്ടിയിട്ട് ഈ വീട്ടിൽ സമീപിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാം അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട്. നാളുകളിലും അതുണ്ടാവും. അപ്പോൾ ഈ നാടിൻ്റെ ഒരു വികസനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മെമ്പർ എന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഏത് രീതിയിലാണ് വിചാരണ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അതിൻ്റെ? എനിക്ക് ഈ വാർഡിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും എത്തിച്ചേരേണ്ടതുണ്ട്. പട്ടുമുടി ഹെരൻ കോളനിയും രാജമുടി കോളനിയിലൊന്നും ആദ്യം വികസനം എന്തെന്ന് പോലും എത്തിച്ചേർന്നിട്ടില്ല. അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന വിധം സത്യസന്ധതയോടുകൂടി എളിമയോടും വിനയത്തോടും കൂടി തന്നെ പ്രവർത്തിക്കും. അപ്പോൾ വീട് വഴി അങ്ങനെ കുറേ വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടേറെ പേർക്ക് വീടുകളില്ല. വീടുകളുള്ളതെല്ലാം മിക്കവരുടെയും ദാരിദ്ര്യ രീതിയിലുള്ളതാണ്. പിന്നെ മെയിൻ്റനൻസുകളുണ്ട്. വീട് പൂർണ്ണമായിട്ടും പോയിട്ടുള്ളവരുടെയുണ്ട്. പിന്നെ ഒട്ടേറെ റോഡുകൾ താറുമാറായി കിടക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് രാജമുടി പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി ഒരുക്കേണ്ടതുണ്ട്. അങ്ങോട്ടുള്ള റോഡ് ബാക്കി കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. രാജമുടി അംഗൻവാടിക്ക് കമ്മ്യൂണിറ്റി ഹാളിന് മേളിലോട്ട് ഒരു നടപ്പാത മാത്രമാണ്. അത് സഞ്ചാരയോഗ്യം കൊടുത്താൽ വളരെ അവർക്ക് ഉപകാരപ്രദമാകുന്നതാണ്. വഴിവിളക്കുകൾ ഒട്ടേറെ സ്ഥലത്ത് ഇല്ലാതുണ്ട്. പിന്നെ ഇവിടെ പട്ടുപടി ഭാഗത്താണ് കുടിവെള്ളത്തിന് അതിരൂക്ഷമായ പ്രശ്നം നേരിടുന്നതാണ്. പിന്നെ ഇവിടെ 55 മൈലിൻ്റെ മുകൾ ഭാഗത്ത് റോഡിൻ്റെ ബാക്കി ഭാഗം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. 56 മൈലിലും റോഡിൻ്റെ പണി, നടപ്പാതകളെ, വഴിവിളക്കുകളെ, പിന്നെ വന്യമൃഗശല്യം നേരിടുന്നതുകൊണ്ട് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കുറേ കൂടെ കാര്യക്ഷമമാക്കണമെന്നൊക്കെയാണ്. നമുക്ക് വ്യക്തമായ വികസന കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ വന്യമൃഗം കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ മറ്റേ കടുവയൊക്കെ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. മിക്കയിടത്തും ഈ കാടുകളൊക്കെ വെട്ടിത്തെളിക്കാതെ കിടക്കുന്ന കാരണമുണ്ട്. റോഡിൻ്റെ ഇരുവശവും കാട്ടുപോന്തകളൊക്കെ ഇങ്ങനെ വളർന്ന് കിടക്കുന്ന കാരണം വളരെയേറെ ജനങ്ങൾ അതിൽ രാത്രി സമയത്തൊക്കെ സഞ്ചരിക്കാനായിട്ട് ഭീതിയിലാണ്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അപ്പം പ്രധാനമായിട്ടും മറ്റൊരു വിഷയം, നമ്മുടെ പീരിമേട് ഗ്രാമപഞ്ചായത്തിൻ്റെയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബോർഡറാണ് ഈ 8ാം വാർഡ് അല്ലേ? അതെ. അപ്പം അതിനെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനുള്ള ആളുകളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പീരിമേട് ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകളെയും നമുക്ക് കാണേണ്ടതുണ്ട്. എന്നാൽ കൂടുതൽ നമുക്ക് പീരിമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിലെ ആളുകളെ മാത്രം കണ്ടാൽ മതി. അപ്പം വണ്ടിപ്പെരിയാറും കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയുന്നത്? വണ്ടിപ്പെരിയാറിൻ്റെ അതിർത്തിയും പീരിമേടിൻ്റെ അതിർത്തിയും പങ്കിടുന്ന ഒരു വാർഡാണിത്. അവിടുത്തെ ആ വാർഡിൽ നിന്ന് വണ്ടിപ്പെരിയാറിൻ്റെ വാർഡിൽ നിന്ന് ജയിച്ചു വരുന്ന ജനപ്രതിനിധികളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ വാർഡിൻ്റെയും ആ വാർഡിൻ്റെയും അതിർത്തിയിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ബിജാനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ പറയേണ്ടതുണ്ട്. ബിജാൻ തന്നെ പറയണം. കാരണം വെച്ചാൽ സുഹൃത്താണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് LDF നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പം 2 സുഹൃത്തുക്കൾ തമ്മിലൂടെ മത്സരം നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയാനുള്ളത്?
പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായതുകൊണ്ട് അതിൻ്റെ മത്സരത്തിൻ്റെ അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വളരെ ഒരു ഉമ്മൻചാണ്ടിയോട് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കടയിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് നമുക്ക് പറയാം. ഞാൻ പൊതുജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു ആരാധ്യ നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൽ ആകർഷ്ടനായിട്ടാണ് ഞാനും ഇതിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ സാധിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിഴലായെങ്കിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്തിന് ഒരു ഭരണമാറ്റം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ യു ഡി എഫിന് ഉണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനം ഒട്ടും നടക്കാത്തൊരു കഴിഞ്ഞ 5 വർഷക്കാലം നടന്നതാണ് LDF ഭരണത്തിൽ. അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പൊതു വിലയിരുത്തൽ. അതിനോടൊപ്പം ഞാനും നിൽക്കുന്നു. 56 എല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര ആളുകളുണ്ട്? തോട്ടം തൊഴിലാളികളുണ്ട്? ഏത് മേഖല? കാർഷിക മേഖലയുണ്ട്? അങ്ങനെയുള്ള നമുക്ക് അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇവിടെ കാർഷിക മേഖലയിലെ ആൾക്കാർ കൂടുതലായിട്ടുണ്ട്. അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കും. അവർക്ക് യഥാസമയത്ത് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടാനായിട്ട് ഇപ്പം നേരത്തെ തന്നെ വിചാരണ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലേ? ഉണ്ടായിരുന്നു. അതിനായിട്ട് വീണ്ടും പരിശ്രമിക്കും. പിന്നെ തോട്ടം തൊഴിലാളികൾ കുറച്ച് അധികമുണ്ട്. പട്ടുമുടി ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. അതിൻ്റെ അകത്ത് തോട്ടം തൊഴിലാളികളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കും. എന്തായാലും വിജയനെ സംബന്ധിച്ച് ഇതുവരെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോഴത്തേനും എതിരഭിപ്രായം ഒന്നും തന്നെ എവിടെ നിന്നും നമുക്ക് കേട്ടില്ല. കാരണം ഇദ്ദേഹം മെമ്പറാകും എന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ പല ആളുകൾക്കും നേരിട്ട് ചെയ്ത വ്യക്തി. അതുകൊണ്ട് തന്നെ എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്. തിരഞ്ഞെടുപ്പ് ഗോതയുടെ പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്.